കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിൽ നിർത്തിയിട്ട ട്രെയിനിന് തീപിടിച്ചു. എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ബോഗിയാണ് കത്തി നശിച്ചത്. പുലർച്ചെ 1:30 തീപിടുത്തമുണ്ടായത്. അട്ടിമറി സാധ്യത റെയിൽവേ പരിശോധിക്കുകയാണ്. അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ. ഉണ്ണി, ഇന്ന് പുലർച്ചെ വാർത്ത ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ നമ്മൾ കാണുന്ന ഈ ഒരു ദുരന്ത വാർത്തയാണ്. വലിയ രീതിയിലുള്ള ആശങ്കകൾ നിറയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കഴിഞ്ഞ തവണ തീവെപ്പുണ്ടായ ട്രെയിൻ തന്നെയാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ NIA ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസം മുമ്പാണ് എലത്തൂരിൽ ഈ ട്രെയിനിൽ തന്നെ ഷാരൂഖ് ഷെയ്ഫി എന്ന ആൾ തീ വെച്ചത്. അതിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ NIA അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ 2 മാസത്തിന് ശേഷം ഇവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാർഡിൽ നിർത്തിയിരിക്കുന്ന ബോഗിക്കാണ് തീ പിടിച്ചത്. അത് അട്ടിമറി സാധ്യത എന്നാണ് റെയിൽവേ സംശയിക്കുന്നത്. പുലർച്ചെ 1:30 തീ പടർന്നത്. തീ ഉയരുന്നത് കണ്ട റെയിൽവേ ജീവനക്കാരാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത്. തുടർന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണച്ചത്. അതോടൊപ്പം തന്നെ 2:20 11 മണിക്ക് ശേഷമാണ് 11 കാലോടെ യാത്ര അവസാനിപ്പിച്ച ട്രെയിനായിരുന്നു. അതിനുശേഷം എഞ്ചിൻ വേർപെടുത്തി അത് ബോഗി യാർഡിലേക്ക് മാറ്റുകയായിരുന്നു. ആ മാറ്റിയിട്ടിരുന്ന ബോഗിയിലാണ് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് തീ പിടിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. 2:20 ഈ തീ പൂർണ്ണമായും അണച്ചത്. അതായത് 1:30 ശേഷമാണ് തീ 1:45 ടൈമോട് കൂടിയാണ് തീ പിടിച്ചത്. അതിനുശേഷം 2:30 ഫയർഫോഴ്സ് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കുന്നത്. നമുക്കറിയാം, എലത്തൂരിൽ തീ പിടിച്ച ആ ട്രെയിൻ തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അത് ഏത് രീതിയിലാണ് ഒരു അട്ടിമറി സാധ്യതയാണോ എന്ന കാര്യത്തിലടക്കം വലിയ സംശയം ഉയരുന്നുണ്ട്. കൂടാതെ ട്രെയിനിൽ നിലവിൽ ഫോറൻസിക് സംഘം ഒരു പരിശോധന നടത്തുമെന്നാണ് ലഭിക്കുന്ന പുതിയ വിവരം. കൂടാതെ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ തീ പിടിച്ച ആ കോച്ച് പൂർണ്ണമായും കത്തി നശിച്ചു. അത് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന പുതിയ വിവരം. കൂടാതെ ഈ ഷാരൂഖ് ഷെയ്ഫിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ, ആ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു സമാന സ്വഭാവം ഉണ്ടാവുന്നു എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതോടൊപ്പം തന്നെ NIA നിലവിൽ ആ കേസ് അന്വേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വിവരം കൂടി ലഭിക്കുകയാണ്. NIA ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കൂടെ തേടിയെന്നാണ് മനസ്സിലാകുന്നത്. ഈ കേസിൽ NIA അന്വേഷണം നടത്തുന്ന ആ കേസിൽ, അതായത് എലത്തൂർ സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനം ഈ പോലീസ് സംശയിക്കുന്ന ഒരു അട്ടിമറി സാധ്യതയാണ്. എലത്തൂരിൽ തീയിട്ട അതേ ട്രെയിനിൽ തന്നെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നൊരു കാര്യം. കൂടാതെ ഈ എലത്തൂരിൽ തീ പിടിച്ച ആ ട്രെയിനിന്റെ ആ കോച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിന് സമീപം കുറച്ച് മാറിയാണ് മാറ്റിയിട്ടിരിക്കുന്നത്. അതൊരു സാഹചര്യം. കൂടാതെ 100 മീറ്റർ അപ്പുറം ഇന്ധന സംഭരണ കേന്ദ്രമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയൊരു അപകടം ഉണ്ടായേക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ആ ഒരു അപകടം ആണ് സംഭവിക്കാതിരുന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ഈ ട്രെയിന് തീയിട്ടതെന്ന കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ രാവിലെ വാർത്ത തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം തന്നെ കേട്ടറിഞ്ഞൊരു സംഭവമായിരുന്നു ഇത്. എലത്തൂർ സംഭവത്തിന് സമാനമായ രീതിയിൽ ആ ട്രെയിനിൽ തന്നെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ വീണ്ടും ബോഗിക്ക് തീ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തീ പിടിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു CCTV ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഒരു ക്യാനുമായി ട്രെയിനിന്റെ ബോഗിക്കടി സമീപത്തേക്ക് പോകുന്ന എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ പോലീസ് ഈ ബോഗി സീൽ ചെയ്തിട്ടുണ്ട്. ഉണ്ണി, ഒപ്പം ഇതിൻ്റെ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിഷയത്തെ ഗൗരവമാക്കി നിർത്തുന്നത്, തുടർച്ചയായി ഈ ട്രെയിനിന് നേരെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അന്ന് തീവെപ്പുണ്ടായ ആ ട്രെയിൻ തന്നെ വീണ്ടും അഗ്നിക്കിരയാകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോഗി തന്നെ വീണ്ടും അഗ്നിക്കിരയാകുന്ന ഒരു സാഹചര്യം. ഇതിൽ നിരവധിയായിട്ടുള്ള ദുരൂഹതകൾ നിറയുന്നതെങ്കിൽ പ്രധാനപ്പെട്ടൊരു കാരണം ഈ ട്രെയിൻ അല്ലെങ്കിൽ എലത്തൂരിലെ ആ സംഭവം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അതുതന്നെയല്ലേ ഈ ഒരു വിഷയത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കി നിർത്തുന്നത്? തീർച്ചയായും ഈ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ പ്രധാനമായും ആ ഒരു കാര്യം തന്നെയാണ് പരിശോധിക്കുന്നത്. എലത്തൂരിനൊരു സമാനമായ രീതിയിൽ അങ്ങനെ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമായി തന്നെ മാറിയിരിക്കുന്നു. കണ്ണൂർ തന്നെയാണ്, കണ്ണൂരിൽ നിന്ന്, അതായത് ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോയ ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തന്നെയാണ് അന്നും തീവെപ്പ് ഉണ്ടായത്. ആ തീവെപ്പ് നടന്നു, അതിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. അതിനുശേഷം അന്വേഷണം നടക്കുന്നു. 2 മാസത്തിനിപ്പുറം ഈ സമാനമായ രീതിയിൽ ഈ ബോഗിക്ക് തീ പിടിക്കുന്നു. നിർത്തിയിട്ടിരിക്കുന്ന
ബോഗിക്കാണ്, അതായത് യാർഡിൽ നിന്ന് സർവീസ് അവസാനിപ്പിച്ച് എഞ്ചിൻ വേർപെടുത്തിയ ട്രെയിനിന്റെ യാർഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബോഗിക്കാണ് തീപിടുത്തമുണ്ടായത്. രാത്രി 11 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ 11 മണിക്കാണ് യാത്ര അവസാനിപ്പിച്ച ആ ട്രെയിൻ. അതിനുശേഷം ഉണ്ടായ രാത്രി പുലർച്ചെയാണ് 1:30യോടെയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ തീപിടുത്തം കണ്ട് റെയിൽവേ ജീവനക്കാർ ഫയർഫോഴ്സിനെ അറിയിക്കുന്നു. 2:20ഓടെയാണ് ആ തീ അണയ്ക്കാൻ കഴിഞ്ഞതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കൂടാതെ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഇതിന് അപ്പുറത്ത് ഒരു 100 മീറ്റർ അപ്പുറം ഒരു ഇന്ധന സംഭരണശാലയുണ്ട്. അതിലേക്ക് തീ പടർന്നതിന് വലിയൊരു അപകടത്തിന് സാക്ഷ്യം വഹിച്ചു. അത്തരത്തിലൊരു അപകടത്തിലേക്ക് പോകാതിരുന്ന് എന്നൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ഈ ബോഗിക്ക് അടുത്ത് തന്നെ 2 ബോഗികൾ, അതായത് മറ്റേ എലത്തൂർ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണ വിധേയമായി തന്നെ മാറ്റിയിട്ടിരിക്കുന്ന ബോഗികളുണ്ട്. ആ ബോഗികൾ ഇതിന് സമീപത്താണുള്ളത്. ഇതെല്ലാം തന്നെ ഒരു അട്ടിമറി സാധ്യതയാണോ എന്നതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഫോറൻസിക് പരിശോധന ഉടനെ ഉണ്ടാകും. അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എ ബി സൂചിപ്പിച്ച പോലെ തന്നെ ഈ എലത്തൂർ സംഭവവും ഈ വിഷയവുമായി, അതായത് ഈ തീപിടുത്തവുമായി നമുക്ക് ബന്ധിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു അട്ടിമറി സാധ്യതയാണോ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ തുടരന്വേഷണം, അതായത് അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനുശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ലഭ്യമാകുകയുള്ളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ഏറ്റവും പ്രധാനമായി തന്നെയാണ് റെയിൽവേ പോലീസും കാണുന്നത്. അതായത് തുടർച്ചയായി ഈ ട്രെയിന് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം, അത് ഈ 2 രീതിയിൽ സമാനമായ രീതിയിൽ ട്രെയിൻ തീ വെക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത്തരത്തിലേക്ക് ഈ തീ പിടിക്കാനുണ്ടായ സാഹചര്യം, ഇതെല്ലാം കൂടെ അന്വേഷണ വിധേയമായി വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എലത്തൂർ സംഭവമായി വെച്ച് നോക്കുമ്പോൾ ഈ വിഷയം വലിയ പ്രാധാന്യം, ഈ തീവെപ്പിന് വലിയൊരു പ്രാധാന്യമുണ്ടെന്നാണ് റെയിൽവേ പറയുന്നത്. കൂടാതെ ഇതിൽ അട്ടിമറി സാധ്യത ഉണ്ട് എന്നാണ് റെയിൽവേ പരിശോധിക്കുന്നത്. ഈ NIA-യും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി എന്നാണ് ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു ട്രെയിനിൽ തീപിടുത്തം ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ട്രെയിനിൽ തീ കണ്ടത്. അട്ടിമറി സംശയിക്കുന്നതായിട്ടുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള തലത്തിലുള്ള അന്വേഷണമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിലാണ് തീപിടുത്തമുണ്ടായത്. നേരത്തെ എലത്തൂരിൽ തീവെപ്പുണ്ടായ അതേ ട്രെയിൻ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ വാർത്തയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന മറ്റൊരു കാര്യം ട്രെയിനിലെ സുരക്ഷ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ട്രെയിനുകളിൽ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം വീണ്ടും ആവർത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഉയർന്നു വരുന്നത്.